ഹലോ, ഇറ്റ്സ് മീ ദൃശ്യ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ 2026 ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ അത്. പിന്നെ ഇതൊരു ന്യൂ ഇയർ സ്പെഷ്യൽ വ്ളോഗും കൂടിയാണ്. ഇത് ആക്ച്വലി 31 ഞാൻ ഷൂട്ട് ചെയ്തതാണ്. 31 പിന്നെ December 1 ജാനുവരി 1 ഷൂട്ട് ചെയ്തതാണ്. ജാൻ ഫസ്റ്റ് വീക്ക് തന്നെ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച വീഡിയോ ആണ്. ഇപ്പോൾ ഇത്രയും ലേറ്റ് ആയി പോയത്. 2026 ഞാൻ നന്നാവണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നന്നാവാൻ ദൈവം സമ്മതിക്കൂല എന്ന് എന്തോ ദൃഢപ്രതിജ്ഞ എടുത്ത പോലെയാണ്. എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ചെറിയതായിട്ട് സുഖമില്ലാതായിപ്പോയി. അപ്പോൾ ഒന്നും തോന്നരുത്. അപ്പോൾ നമുക്ക് നമ്മളെ ഫസ്റ്റ് വ്ളോഗ് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങാം. എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും വിചാരിക്കും ഒന്ന് പുറത്തു പോയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോയിട്ട് ചെയ്യണമെന്ന് ഇങ്ങനെ എല്ലാ കൊല്ലവും ഞാൻ വിചാരിക്കാറുള്ളതാണ്. പക്ഷേ എനിക്ക് എന്തുകൊണ്ടൊക്കെയോ എനിക്കതിന് പറ്റാറില്ല. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ആ ആഗ്രഹം കൊണ്ട് സാധിച്ചെടുത്തു. അപ്പോൾ ഈ പ്രാവശ്യം എൻ്റെ ന്യൂ ഇയർ എന്ന് പറയുന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിൽ വെച്ചിട്ടായിരുന്നു ചെറിയൊരു ന്യൂ ഇയർ പാർട്ടി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അഞ്ചും ഞാനും കൂടെ ഫസ്റ്റ് നമ്മുടെ കാലിക്കറ്റ് ഗോകുലം മോളിലേക്കാണ് വെച്ച് പിടിച്ചത്. അവിടെ പോയത് എന്തിനാന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഗോകുലം മോളിലാണല്ലോ നമ്മുടെ ബീവ്കോൻ്റെ പ്രീമിയം ഔട്ട്ലെറ്റ് ഉള്ളത്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്കാണ് ഫസ്റ്റ് പോയത്. ഫസ്റ്റ് ടൈമാണ് അവിടെ പോണത്. അതെന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കേക്ക് മേടിക്കാനാണ് പോയത്. കേക്ക് ബേന്ന് ഒരു 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്ക് മേടിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ നമ്മുടെ നടക്കാവിലുള്ള ഫ്രണ്ടിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോയത്. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ആണ്. അങ്ങനെ ഞങ്ങളവിടെ എത്തിയപ്പം ഇവർ 2-3 പേര് സാരിയൊക്കെ ഇട്ടിട്ട് എന്തൊക്കെ റീലൊക്കെ എടുക്കായിരുന്നു. അപ്പം ഞങ്ങളെയും അവിടുന്ന് സാരിയൊക്കെ ഇടിപ്പിച്ചു. ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും പിന്നെ കുറച്ച് റീൽസൊക്കെ എടുത്തു. ഇതൊക്കെ നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഓണറിൻ്റെ സാരീസാണ്. ആളെ പേര് നവേദ എന്നാണ്, പക്ഷേ ഞങ്ങൾ തുളസി എന്നാണ് വിളിക്കാറ്. എൻ്റെ വ്ളോഗിൽ ഫസ്റ്റ് നിങ്ങൾ കാണുന്ന ആളായിരിക്കും ഇത്. മറ്റേ ആൾക്കാരെയൊക്കെ നിങ്ങൾ പിന്നെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. നാൻസി, ശ്രീ, പിന്നെ അഞ്ജു, ഇവരൊക്കെ. പിന്നെ ആ പേർപ്പിൾ കളർ ബ്ലൗസ് ഇട്ട കുട്ടി നവേദേൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങളവിടെ എത്തിയപ്പോൾ മാത്രം പരിചയപ്പെട്ടതാണ്. പിന്നെ ഞങ്ങളൊരു ഡ്രസ് കോഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സായിരുന്നു. ഒന്ന് ഒച്ച എന്തെങ്കിലും ഉണ്ടാക്കുന്നത് വീഡിയോ അങ്ങനെ ഈവനിങ് ഒക്കെ ആയപ്പം എല്ലാവർക്കും വിശന്നപ്പം കിച്ചണിൽ കയറി. ശ്രീ അവളുടെ എന്തോ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുകയാണ്. അവിടെ നിന്ന് കുറച്ച് കാഷ്യൂനട്ടൊക്കെ എടുത്തിട്ട് റോസ്റ്റ് ചെയ്യുന്ന എന്തൊക്കെയോ ഉണ്ട്. വാട്സാപ്പിൽ ലിസ്റ്റ് ഇട്ടിട്ട് സാധനം മേടിക്കാണ്ട് വന്നതിൻ്റെ ഫയറിങ് നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാം. ഉപ്പിന്റെ പാത്രം ഉണ്ടോ ഒന്ന് എടുത്തരോ? പച്ച അണ്ടി എടുത്തിട്ട് ഇങ്ങനെ നെയ്യിലാക്കിയാല് ടേസ്റ്റ് അവിടെ വെച്ചാൽ മതി മാഡം. ഉപ്പ് കയ്യിലോട് കൊടുത്താൽ അടി കൂടുന്നതാണ്. അപ്പൊ എനിക്ക് വഴിയൊന്നും അടി കൂടെ. അതെ, വീട്ടിൽ അണ്ടിപ്പരിപ്പ് എന്ന് പറയും. പിന്നെ അണ്ടിപ്പരിപ്പ് എന്ന് പറഞ്ഞാലൊരു മര്യാദയുണ്ട്. ഇവിടുത്തെ പറയണേ അണ്ടിപ്പരിപ്പ് എന്ന് പറയാം. ഞാനാണ് അണ്ടി പറയുന്നത്. എല്ലാരും ഒന്ന് ഹായ് പറയാം. അങ്ങനെ വൈകുന്നേരത്തെ കലാപരിപാടികൾക്ക് ശേഷം ഞങ്ങൾ നൈറ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പിന്നെ ആദ്യം റെഡി ആയിട്ട് അവിടെ ഇരിക്കുകയാണ്.
പക്ഷേ ഡ്രസ്സിൻ്റെ ഒരു കൈ മാത്രം ഇടാൻ മറന്നുപോയി. ബാക്കി എല്ലാവരും മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ കുറച്ച് വൈൻ ഇരിപ്പുണ്ടായിരുന്നു. തുളസി ഉണ്ടാക്കിയ വൈനാണത്. പക്ഷെ അതിന് മധുരം കൂടിപ്പോയതുകൊണ്ട് ആരും കുടിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എല്ലാം പെറുക്കിയെടുത്ത് റൂഫ് ടോപ്പിലേക്ക് പോയി. അയ്യോ അടഞ്ഞേ പോയത് വീട്ടിലേക്ക്. അപ്പോൾ ടൈം ഒരു അറൗണ്ട് 10 ആയി കാണും. അപ്പോഴാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോണത്. നോക്കുമ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡല്ല. ഞങ്ങൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഓർഡർ ചെയ്തത്. പക്ഷേ കിട്ടിയത് ബിരിയാണിയും ഡ്രാഗൺ ചിക്കനും ഒക്കെ ആയിരുന്നു. അപ്പോഴത്തെ വിശപ്പുകൊണ്ടാണോ എന്നറിയില്ല, എല്ലാവരും കഴിച്ച് പകുതി ആയപ്പോഴാണ് ഇതെല്ലാം ഞങ്ങൾ ഓർഡർ ചെയ്തത് എന്നുള്ളത് ഞങ്ങൾക്ക് തന്നെ ഓർമ്മ വന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലായിടത്തുനിന്നും പടക്കം പൊട്ടുന്നതും ഫയർ വർക്ക്സും ഒക്കെ കാണുന്നുണ്ട്. അങ്ങനെ ശ്രീ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു 12 മണിയാകുമ്പോഴത്തേക്ക് അവൾ പോകുന്നുള്ള കാര്യം. അപ്പോൾ അവൾ പോയതിന് ശേഷം ഞങ്ങൾ പിന്നെ താഴേക്ക് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ടേബിളിൻ്റെ അടിയിലേക്കാണ് ഫസ്റ്റ് പോയത്. ഒരുത്തി അവിടെ ഇരുന്നിട്ട് ടേബിളിൻ്റെ മുകളിലിരുന്നിട്ടാണ് 12 മുന്തിരിങ്ങ കഴിച്ചത്. ഭയങ്കര പുളി. ഞാൻ കൊടുത്തായിരിക്കാം, പക്ഷെ തിന്നാനെ പറ്റി മാത്രം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആശിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കേക്ക് കട്ടിങ്ങിലേക്ക് കടന്നു. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ കുറച്ച് പാട്ടൊക്കെ വെച്ച് ഡാൻസ് ചെയ്ത് പിന്നെ കുറേ വർത്താനം പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു 4 മണിയായിട്ടുണ്ടാവും കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2026 ഫസ്റ്റ് മോർണിംഗ് ആണ്. ഞങ്ങളെല്ലാവരും ഒരു 7:30 ഒക്കെ ആയപ്പോൾ എണീറ്റു. ലേറ്റായിട്ട് കിടന്നുറങ്ങിയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഉറക്കച്ചടവുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ബ്ലാക്ക് ടീ കുടിക്കുന്നതുകൊണ്ട് ഞാനും കുടിച്ചു. എനിക്ക് പൊതുവേ അങ്ങനെ മോർണിംഗിൽ എന്നല്ല, ഞാൻ പൊതുവേ ടീയും കോഫിയൊന്നും അങ്ങനെ കുടിക്കാത്ത ആളാണ്. പക്ഷേ ഇതുപോലെ ഒരു ഉറക്കച്ചടവും ക്ഷീണമൊക്കെ തോന്നിയാൽ കുടിക്കും. അപ്പോഴത്തേക്കും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വെള്ളപ്പം, പൊരിച്ച പത്തിരി, പിന്നെ ചിക്കൻ കറിയൊക്കെയാണ് ഓർഡർ ചെയ്തത്. പിന്നെ കുറേ നേരം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു കവർ സോങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആരും വലിയ സിംഗേഴ്സ് ഒന്നും അല്ലെങ്കിലും ഒരു രസത്തിന് വേണ്ടി ചെയ്ത് നോക്കിയതാണ്. പിന്നെ ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവർക്കും പോകാൻ ടൈമായി. പിന്നെ എല്ലാവരും ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും 2026 ന്യൂ ഇയർ ഞാൻ ഒരിക്കലും മറക്കൂല. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, ഞങ്ങളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ഡേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.